വൃത്താന്ത പുസ്തകത്തിന് 1-ാമത്തെ പുസ്തകത്തിന് 21-ാമത്തെ അധ്യായത്തിൽ സാത്താൻ ദാവീദിനെതിരെ കെണി വെക്കാനായിട്ട് ഒരുമ്പെടുന്നു. ആ കെണിയിൽ ദാവീദ് വീഴുന്നു ജനത്തിൻ്റെ സംഖ്യ എടുക്കുവാൻ. ആ കെണിയിൽ വീണ് 70,000 പേര് കൊല്ലപ്പെടാൻ ഇടവന്നു. ദാവീദിൻ്റെ ചുമതലയിലുള്ള ജനം 70,000 പേര് മരിച്ചു വീഴാൻ ഇടവന്ന സംഭവം. സാത്താൻ്റെ ഒരു വലിയ ആഘോഷമായിരുന്നു അത് ദാവീദിൻ്റെ മേൽ അവൻ നേടിയെടുത്തത്. അപ്പോൾ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് ദുഷ്ടൻ സാത്താന് ദാവീദിന് ഇത്ര അഭിഷേക നിറവിൽ പോയിട്ടും ഇതുപോലെ തൊടാൻ മാത്രമല്ല തട്ടി മറിച്ചിട്ട് ദാവീദിൻ്റെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ അനേകരെ പോലും തകർക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളത് നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. അതേപ്പറ്റിയുള്ള ഒരു ചിന്ത നമ്മൾ ഇന്നലെ എടുക്കുകയുണ്ടായി. ഈ ആത്മീയ പോരാട്ടമെന്ന് പറയുന്നത് നിസ്സാരമായൊരു പോരാട്ടമല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പോരാട്ടമല്ല. പിശാച് സർപ്പത്തെക്കുറിച്ച് പറയുമ്പം 3 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ച ജീവികൾ വളരെ സൂത്രശാലി കൗശലക്കാരനായിരുന്നു സർപ്പം. അത് ഭൂമിയിൽ കാണുന്ന പാമ്പിനെക്കുറിച്ച് ഉള്ള പരാമർശനം അല്ല എന്നുള്ളത് വ്യക്തമാണ്. മറിച്ച് പുരാതന സർപ്പം എന്ന് പറയുന്ന ഫോളൻ ഏഞ്ചലിനെ കുറിച്ചാണ്. അതേസമയം സർപ്പമായിട്ട് പറയുന്നതാരും. നമുക്കതുകൊണ്ട് ആത്മീയ ഭൗതിക മേഖലകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി കിടക്കുന്നിടത്തും ഒരു പാമ്പല്ല വന്ന് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ നിർദ്ദേശം ആദത്തിനും ഹവ്വയ്ക്കും കിട്ടിയിരുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിലപ്പോൾ ഊഹം ഈ സർപ്പത്തിനുണ്ട്, ഈ സാത്താനുണ്ട്. അവനത് വെച്ച് സംസാരം ആരംഭിക്കുന്ന പോലും ഈ പ്രതീസയിൽ പറമ്പിക്കൂടെ നടക്കുന്ന വെറും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമായ ഒരു പാമ്പ് എന്ന ജീവിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, ദൈവവുമായുള്ള ബന്ധത്തെപ്പറ്റി ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്നും അവിടെ ഇല്ല, അങ്ങനത്തെ കൗശലമില്ല. അപ്പോൾ ഇവിടെ ആ പ്രത്യേകമായ പരാമർശനങ്ങൾ, കൗശലം, സൂത്രം, ഇതൊക്കെ നേരെ സാത്താനെക്കുറിച്ചുള്ള സൂചനയാണ് അവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഈ സാത്താൻ്റെ പോരാട്ടം നമ്മൾ നല്ല ജാഗ്രതയോടെ പ്രതിരോധിക്കുന്നില്ല എങ്കിലും നമുക്കിട്ട് നല്ല തട്ട് പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ആദ്യത്തെ പാപം വീഴ്ച ഉണ്ടായി കഴിയുമ്പം ഉൽപ്പത്തി പുസ്തകത്തിന് 3-ാമത്തെ അധ്യായത്തിന് 15-ാമത്തെ തിരുവചനത്തിന് സർപ്പത്തോട് ദൈവം സംസാരിക്കുമ്പോൾ നീയും സ്ത്രീയും തമ്മിൽ, നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതി തമ്മിൽ ശത്രുത ഉളവാക്കും. സന്തതി എന്ന് പറയുന്നിടത്ത് സർപ്പത്തിന് ഇങ്ങനെ മക്കളുണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നർത്ഥമില്ല എന്ന് നമുക്കറിയാം. സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈശോയെയാണ്. സ്ത്രീ എന്നുള്ള വാക്ക് അവിടെ വളരെ ആഴമായൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹവ്വ എന്ന വാക്കല്ല നേരെ ഉപയോഗിക്കുന്നത്, പേരല്ല ഉപയോഗിക്കുന്നത്, സ്ത്രീയാണ്. ആ ഒരു പദപ്രയോഗം നമ്മൾ വീണ്ടും ബൈബിളിൽ ശക്തമായിട്ട് കാണുന്ന ഒരു രംഗം അമ്മയുമായിട്ട് ബന്ധപ്പെടാൻ നമുക്കറിയാം. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ വെള്ളം വീഞ്ഞാക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഈശോ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് യോഹന്നാൻ സുവിശേഷം അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതേ സുവിശേഷം തന്നെ അവസാന ഭാഗത്ത് കുരിശിൽ കിടക്കുന്ന ഈശോ സ്ത്രീയെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയെ വിളിക്കുന്നത്. അമ്മയുടെ പേര് മറന്നുപോയിട്ടോ അല്ലെ അമ്മയെന്ന് വിളിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൊതിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, മറിച്ച് കുരിശിലെ ബലി വഴിയായിട്ട് താൻ സർപ്പത്തിൻ്റെ തലയെ തകർക്കുകയാണ്. അത് ഈ സ്ത്രീക്ക് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് ആ സ്ത്രീ ആയിരിക്കുന്ന പരിശുദ്ധ അമ്മ തിരിച്ചറിയണം. യോഹന്നാൻ സുവിശേഷത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങൾ ഒന്നുമില്ല എന്നുള്ള ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യോഹന്നാൻ വളരെ പ്രതീകാത്മകമായി 7 തിരഞ്ഞെടുക്കപ്പെട്ട അത്ഭുതങ്ങൾ മാത്രമാണ് തൻ്റെ സുവിശേഷത്തെ ചേർത്തിട്ടുള്ളൂ. യോഹന്നാൻ വളരെ ദൈവശാസ്ത്ര അവഗാഹതയോടുകൂടെ, ആത്മീയ വ്യക്തതയോടുകൂടെ, പ്രതീകാത്മകമായ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ സുവിശേഷം പങ്കുവച്ചിരിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരം പോലും നമുക്കറിയാം യോഹന്നാൻ അവതരിപ്പിക്കുന്നത് വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, അത്രയേ ഉള്ളൂ. യേശു പിതാവ്, മാതാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യോഹന്നാൻ പറയുന്നില്ല. അങ്ങനെയുള്ള വളരെ ആഴപ്പെട്ട രീതിയിലുള്ള വിചിന്തനം നൽകുന്ന യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങൾ മാത്രമാണ് ഉൾച്ചേർത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കി കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ആദ്യത്തെ 12 അധ്യായങ്ങളിലാണ്. അതിനകത്ത് പക്ഷേ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവം ഒന്നുമില്ല. പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങളൊന്നും കൊടുക്കാതെ
യോഹന്നാൻ തൻ്റെ സുവിശേഷം ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമാണല്ലോ, അതങ്ങനെ പൂർത്തീകരിച്ചപ്പം പിന്നീട് വന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ബഹിഷ്കരണ ശുശ്രൂഷയും സാത്താൻ അവൻ്റെ അനുചരന്മാർ ദൂതനും ഇങ്ങനെയുള്ള മേഖലയൊന്നും ബോധ്യങ്ങൾ അധികം ഇല്ലാത്ത ആൾക്കാർ ഒരു വാദഗതി മുന്നോട്ട് വെക്കാനിട വന്നിട്ടുണ്ട്. കണ്ടോ, AD 100 ഒക്കെ ആയപ്പോഴാണ് അവസാനത്തെ സുവിശേഷം എഴുതപ്പെടുന്നത്. അപ്പോഴേക്കും തന്നെ സുവിശേഷകന്മാർക്കിടയിൽ ഈ അവസാനത്തെ സുവിശേഷകൻ യോഹന്നാനും മനസ്സിലായി ഈ പിശാചും ഭൂതോച്ചാടണമെന്ന് ആവശ്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് അദ്ദേഹം അത് ഒഴിവാക്കിയതാണ് എന്നൊരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പിശാചിനെക്കുറിച്ച് സാത്താനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഈശോയിൽ പിശാച് ഉണ്ടായിരുന്നുവെന്ന് യഹൂദർ ആരോപിച്ചിരുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്ന ഏക സുവിശേഷകനാണ് യോഹന്നാൻ. മർക്കോസും പറയുന്നുണ്ട് അവന് പിശാച് ബാധയാണെന്ന്. പക്ഷെ ഇവിടെ നിനക്ക് പിശാച് ഉണ്ട് എന്ന് പറഞ്ഞ് യഹൂദർ വന്ന് തർക്കിക്കുന്നതായിട്ട് തന്നെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല സാത്താൻ വന്ന് പ്രവർത്തിക്കുന്നു, സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു, ഇതെല്ലാം കൃത്യമായിട്ട് യോഹന്നാൻ പറയുകയാണ്. എന്ന് മാത്രമല്ല മറ്റു സുവിശേഷങ്ങൾ പറയുന്നില്ലാത്തതുപോലെ യോഹന്നാൻ പറയുന്നുണ്ട് ഈശോ പിശാചിൻ്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് തന്നെ ചുറ്റുപാടുമുള്ള വ്യക്തികളിലും സാഹചര്യങ്ങളിലും തിരിച്ചറിഞ്ഞിരുന്നു. യൂദാസിനെ കുറിച്ച് ഈശോ സംസാരിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് യൂദാസിനെ കുറിച്ച് ഈശോ പറയുന്നത് ഈശോയ്ക്ക് വെറുപ്പ് കയറിയിട്ട്, നമ്മളൊക്കെ ചിലപ്പം പല വെറുപ്പും മനുഷ്യവും കയറിയിട്ട് ആരോടെങ്കിലുമുള്ള വികാര മേഖലയിൽ ബന്ധത്തിൽ ആത്മീയ നിയന്ത്രണം വിട്ടു പോയിട്ട് പിശാചെ ചെകുത്താനെ എന്നൊക്കെ വിളിച്ചു പോകുന്ന ചില സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വിളിക്കുന്ന ആളല്ല ഈശോ എന്ന് നമുക്കറിയാം. എന്നിട്ട് ഈശോ അപ്പസ്തലന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നേരെ തെളിച്ചു പറയുകയാണ്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ല, പക്ഷെ നിങ്ങളൊരുവൻ പിശാചാണ്. അങ്ങനെ അപ്പസ്തലനെ നോക്കിക്കൊണ്ട് ഈശോ തെളിച്ചു പറയുമ്പോൾ മത്തായി സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ പത്രോസിന്റെ മുഖത്തൊക്കെ സാത്താനെന്ന് വിളിക്കുന്ന അതേ കാഴ്ചപ്പാട് തന്നെ നമുക്ക് ഇവിടെയും നിരീക്ഷിക്കാനോ പറ്റും. അതുപോലെ ഈശോയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് വചനം ശ്രമിക്കുന്നതായിട്ട് ഭാവിച്ച് നിൽക്കുന്ന യഹൂദര്, പരിസേര നിയമജരും ഒക്കെ ആ വചനത്തിൻ്റെ അന്തരാർത്ഥം എടുക്കാൻ തയ്യാറാകാതെ ഉള്ളുകൊണ്ട് മറുതലിച്ച് ഈശോ എങ്ങനെ കെണിയിൽപ്പെടുത്താം, എങ്ങനെ കുരുക്കിൽപ്പെടുത്താം, എങ്ങനെ കൊല്ലാം എന്നൊരു ആലോചനയുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോ അവരെ പറ്റി നടത്തുന്ന പരാമർശം നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ് എന്നുള്ളതാണ്. അത് മറ്റ് സുവിശേഷകന്മാർ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടെ യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെയുള്ള ഈശോയുടെ പരാമർശങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു സുവിശേഷകരും പറയുന്നുണ്ട്, യഹൂദരും പരിസേയരും നിയമജരും ഒക്കെ ഈശോയെ എങ്ങനെ കെണിയിൽപ്പെടുത്തണം, വാക്കിൽ കൊടുക്കണം, എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചന നടത്തി. അത്രയൊക്കെ പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അതേ രംഗം ആണ് ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ 8-ാം അധ്യായത്തിൽ 37-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. നിങ്ങളെന്നെ കൊല്ലാൻ ആലോചിക്കുന്നു ഈശോ പറയുകയാണ്. കൊല്ലാൻ ആലോചിക്കുന്നു. അത് നേരെ തെറിച്ച് പറയുകയാണ്. കൊല്ലുന്നത് ആരാണ്? പിശാചാണ്. അവന് കൊലപാതകയാണ്. അപ്പോൾ ഇവ തർക്കിക്കുന്നത് ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ നേർക്കുള്ള വെറുപ്പാണ്. ഞാൻ പങ്കുവെക്കുന്ന സുവിശേഷം ദൈവരാജ്യ രഹസ്യങ്ങൾ കേൾക്കാനും അറിയാനും അത് പഠിക്കാനും വേണ്ടി ആഗ്രഹിച്ചല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾ എൻ്റെ ചുറ്റും വന്നിങ്ങനെ നല്ല ആദരവോടെ ഭവ്യതയോടെ താല്പര്യമുള്ള മുഖഭാവത്തോടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറയുന്ന പ്രബോധനങ്ങളിൽ, എൻ്റെ പഠനങ്ങളിൽ എവിടെയാണ് എനിക്കെതിരെ കെണിവെക്കാനുള്ള ഒരു വക കണ്ടെത്താൻ സാധിക്കുക. ഇതാണ് നിങ്ങളുടെ സത്ത. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പാണ്, വിരോധമാണ്. വിരോധവും വെറുപ്പും നീരസം വെച്ച് നിങ്ങൾ നീങ്ങുമ്പം നിങ്ങളുടെ അപ്പൻ സ്വർഗത്തിലെ ദൈവമല്ല, മറിച്ച് നരകത്തിലെ സാത്താനാണ് തെളിയിക്കുകയാണ്. അവൻ ആദ്യം മുതലേ കൊലപാതകയാണ്. അതാണ് 44-ാം വാക്യം. 43-ൽ ഈശോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ 8 തന്നെ, നിങ്ങൾ ബൈബിള് കയ്യിലുണ്ട്, എടുത്ത് കണ്ട് നോക്കി ഒരുമിച്ച് ഫോളോ ചെയ്ത് വരുന്നത് വളരെ കരുത്താണ്. നമുക്ക് വചനത്തിന് വേരൂന്നി വളരണ്ടേ. 43-ാം ഭാഗത്തിൽ ഈശോ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനും പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലാത്തത്? നിങ്ങൾക്ക് ചെവിയില്ലാത്തത് കൊണ്ട്, ബുദ്ധിയില്ലാത്തത് കൊണ്ട്, വചനങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് ഒന്നുമല്ല. ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ള് എൻ്റെ പക്കലേക്ക് ബ്ലോക്കാണ്, അടഞ്ഞിരിക്കുകയാണ്, വെറുപ്പ് കയറിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്?
നിങ്ങൾ വേറൊരു പിതാവിൻ്റെ മക്കളാണ്, പിശാചിൻ്റെ മക്കളാണ്. അവൻ്റെ സ്വഭാവമാണ് നിങ്ങൾ അനുവർത്തിക്കാൻ നോക്കുന്നത്. അങ്ങനെ പറഞ്ഞ് യഹൂദർ എന്നിട്ടും തർക്കിച്ച് നല്ല വാക്ക് പറഞ്ഞ് നീക്കി. പക്ഷേ ആ അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പം ഈശോയുടെ നിരീക്ഷണം വളരെ കൃത്യമായിരുന്നത് വ്യക്തമാവുകയാണ്. 59-ാം വാക്യം എന്താണ്? അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. യേശു അവരിൽ നിന്നും മറിഞ്ഞ് ദേവാലയത്തിൽ നിന്നും പുറത്തു പോയി. എറിയാൻ കല്ലുകൾ എടുക്കുന്നു, കൊല്ലാനാണ് പിതാ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത്രയും വെറുപ്പമായിട്ട് നീങ്ങുന്ന വ്യക്തികളെ ഈശോയ്ക്ക് ഒരു മടിയില്ല ഇങ്ങനെ വിശേഷിപ്പിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ മക്കളാണ്, ആ അപ്പൻ്റെ സ്വഭാവമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിത് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം പിശാചിനെക്കുറിച്ചോ സാത്താനെക്കുറിച്ചോ ഒന്നും പറയാൻ ആഗ്രഹിക്കാത്തൊരു സുവിശേഷമാണ് എന്ന്, അല്ലെങ്കിൽ ബഹിഷ്കരണ ശുശ്രൂഷ അദ്ദേഹം ഒന്നും നൽകുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു ശുശ്രൂഷയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു 700 ആണ്ടൊക്കെ ആയപ്പോഴേക്കും അതുകൊണ്ടാണ് ചേർക്കാതെ, ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ ചില ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാതാക്കളൊക്കെ അതിനെ കൊടുക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് വില പോകുന്നതല്ല. ഇത് മാത്രമല്ല, പിതാക്കന്മാർ ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നൊരു വലിയ ഭൂതോച്ചാടന സംഭവമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 12-ാമത്തെ അധ്യായത്തിൽ 31-32 വാക്യങ്ങളിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങൾ. അവിടെ ഈശോ പറയും, നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഈ ലോകത്തിൻ്റെ അധികാരി ആരാണ്? വചനം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ കാണാം യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം. അന്ത്യത്താഴവേളയിൽ ഈശോ അപ്പസ്തലന്മാരുടെ കൂടെ ഇരിക്കുമ്പം ഈശോ പറയാണ്, നമുക്ക് എഴുന്നേൽക്കുൻ, നമുക്ക് ഇവിടുന്ന് പോകാം. ഈ ലോകത്തിൻ്റെ അധികാരി പ്രമാണി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. അത് പിശാചിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്ന് പറയുന്നത് പുറം തള്ളപ്പെടും, വിൽ ബി കാസ്റ്റ് ഔട്ട്, വിൽ ബി എക്സോർസൈസ്ഡ്. പുറന്തള്ളപ്പെടും, ബഹിഷ്കരിക്കപ്പെടും ഈ ലോകത്തിൻ്റെ അധികാരി. ഉണ്ടോ? അപ്പോൾ ഈ ലോകത്തിൻ്റെ സാത്താനെ മൊത്തത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും നിന്നും ബഹിഷ്കരിക്കുന്ന ഒരു ഭൂതോച്ചാടനമാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് വിശുദ്ധപിതാക്കന്മാരും ആധികാരികമായ ബൈബിൾ വ്യാഖ്യാതാക്കളും ഇതേക്കുറിച്ച് കമൻറ്റ് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് എപ്പോൾ സംഭവിക്കുക? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എവിടെയാണ് ഉയർത്തപ്പെടുന്നത്? യോഹന്നാൻ്റെ ഭാഷ എപ്പോഴും വളരെ ആഴപ്പെട്ടതും പ്രതികാലവുമാണ് നമ്മൾ സൂചിപ്പിച്ചു. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ അത്ര പറഞ്ഞ് കുരിശുമരണമെന്നോ ഒന്നും ഈശോ പറയുന്നില്ല. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കും. തുറന്ന് പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, അവരിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. ഏത് വിധത്തിലുള്ള മരണമാണ് താൻ വരിക്കാൻ പോകുന്നത്? അത് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടുകൊണ്ടുള്ള മരണമാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. അന്ന് കേൾവിക്കാർക്ക് അത് തിരിഞ്ഞു കാണുകയല്ല, എന്തായിരിക്കും? യോഹന്നാന് തിരിഞ്ഞത് യോഹന്നാൻ എഴുതി വെച്ചു, തൻ്റെ മരണത്തെക്കുറിച്ചാണ് സൂചന. പക്ഷെ നമ്മൾ ഈശോയുടെ കുരിശുമരണം എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, ഭൂമിയിൽ ഉയർത്തപ്പെട്ടത് കുരിശിലാണ്, കുരിശിൽ ഉയർത്തപ്പെട്ടതാണ്. അപ്പോൾ ഈശോ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ മരിക്കുമ്പോൾ, കുരിശിൽ ബലിയാകുമ്പോൾ ആണ് പിശാചിൻ്റെ പിടുത്തം ഈ ഭൂമിയുടെ മേൽ, മനുഷ്യവർഗത്തിൻ്റെ മേലുള്ളത് വിടുവിക്കുന്നത്. ഇതേക്കുറിച്ച് പിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോസ്മിക് എക്സോർസിസം. കോസ്മിക് എക്സോർസിസം. ഈ പ്രപഞ്ചം മുഴുവനിൽ നിന്നും പിശാചിൻ്റെ അള്ളിപ്പിടുത്തത്തെ വലിച്ചൂരിയെടുത്ത് അവനെ പുറത്തേക്ക് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ് കുരിശുമരണം. കുരിശുമരണത്തിന് എങ്ങനെയാണ് പിശാചിന് തട്ടുകിട്ടുന്ന അനുഭവം ആകുന്നത്? അവൻ്റെ പിടുത്തം എവിടെയാണ് ഇരിക്കുന്നത്? പിശാചിൻ്റെ പിടുത്തം പാപത്തിലാണ്. കാരണം പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ശവം എവിടെയോ കഴുകൻ അവിടെ, പാപം എവിടെയോ പിശാച് അവിടെ, പിശാച് എവിടെയോ പാപം അവിടെ. ഇതൊക്കെ അങ്ങനെയും പറയാം. കാരണം പിശാച് എവിടെ ഇടപെടുന്നതിന് വിജയിക്കുന്നോ അവിടെ പാപം ഉണ്ടാവും.
പാപം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ പൈശാചിക അരൂപികൾ വീണ്ടും വീണ്ടും വരികയും ചെയ്യും. കാരണം അവൻ്റെ പ്രവൃത്തിയാണ്, പിശാചിൻ്റെ പ്രവൃത്തിയാണ് പാപം. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപുത്രൻ പ്രത്യക്ഷനായത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം തിരുവചനം. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രത്യക്ഷനായത്, നിങ്ങൾ അറിയുന്നു ഉണ്ടോ? പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം തൊട്ട് മുന്നോട്ട് വീണ്ടും വായിച്ചു വരുമ്പോൾ കാണാം, താഴെ വായിച്ചു വരുമ്പോൾ കാണാം, അതേ അധ്യായം തന്നെ 8-ാമത്തെ വാക്യം, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്, പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാൻ. അപ്പം ദൈവപുത്രൻ പ്രത്യക്ഷനായത് 5-ാം വാക്യത്തിൽ പറയുന്നത് പാപം എടുക്കാനാണ്, 8-ാം വാക്യത്തിൽ പറയുന്നു പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കാര്യം എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? 2 കാര്യമാണ് പറയുന്നതെങ്കിലും രണ്ടും ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പിശാചിൻ്റെ പ്രവൃത്തി പാപമാണ്, പാപത്തെ ഏറ്റെടുക്കാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വരുന്നത്.